ഹായ് ഗൈസ്, നമസ്കാരം. എല്ലാവർക്കും എക്സിക്യൂട്ടീവ് മലയാളി എന്ന ചാനലിലേക്ക് സ്വാഗതം. നമ്മളൊരു പുതിയ വീട് എടുത്തു കഴിയുമ്പോൾ നമുക്ക് കുറേ പ്രോജക്ട്സും കാര്യങ്ങളും ഒക്കെ ചെയ്യാൻ കാണും. അതിൽ രണ്ടു മൂന്നെണ്ണം നമ്മൾ ഓൾറെഡി കണ്ടു. കഴിഞ്ഞ ദിവസം നമ്മൾ പുതിയ വീടിൻ്റെ ടൂർ നമ്മൾ വന്നപ്പം ഈ ഒരു ടേബിൾ നമ്മൾ അസംബിൾ ചെയ്തതാണ് ഓൾറെഡി. ഇത് കോസ്കോയിൽ നിന്ന് മേടിച്ചാന്ന് ഞാൻ പറഞ്ഞു. അതുപോലെ തന്നെ ഇവിടെ കാണുന്ന ഈ ഒരു സോഫയും നമ്മൾ കോസ്കോയിൽ നിന്ന് മേടിച്ച് അസംബിൾ ചെയ്തിരിക്കുന്നതാണ്. ഇപ്പോൾ ഇന്ന് നമ്മൾ അസംബിൾ ചെയ്യാൻ പോകുന്നത് ഈ ഇരിക്കുന്ന സ്റ്റാൻഡിങ് അപ്പ് ഡെസ്ക്കാണ്. ഇതുണ്ടോ? അപ്പം പ്രത്യേകിച്ച് വർക്ക് ഫ്രം ഹോം ഒക്കെ ചെയ്യുന്നവരാണെങ്കിൽ ഇതുപോലത്തെ ഒരു സ്റ്റാൻഡിങ് അപ്പ് ഡെസ്ക് എപ്പോഴും അത്യാവശ്യമാണ്. നമുക്ക് ഈ ഒരു ബോക്സിൽ എന്തൊക്കെയാണെന്നും ഇതിൻ്റെ അസംബ്ലി പ്രോസസ്സും എല്ലാം നമുക്ക് എങ്ങനെയാണെന്ന് നോക്കിയാലോ. ഇനി ഈ ഒരു ചാനലിൽ ഇതുപോലത്തെ കുറേ വീഡിയോസ് കാണാം. ഞാൻ ഒരു പുതിയ വീട് എടുത്തത് കൊണ്ട് തന്നെ കുറേ വീഡിയോസ്, അതായത് ഇതുപോലത്തെ കുറേ പ്രോജക്ട്സും കാര്യങ്ങളും ഒക്കെ ഒരു വീട്ടിൽ കയറി കഴിഞ്ഞാൽ എന്തൊക്കെയാണ് നമുക്ക് വേണ്ടത്, ബേസിക്സ് ആയിട്ടുള്ള കാര്യങ്ങളും അതുപോലെ അതിൻ്റെ അസംബ്ലിയും അതിൻ്റെ പ്രൈസും റിവ്യൂസും എല്ലാം നമുക്ക് ഈ ഒരു ചാനലിൽ കാണാം. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിലേക്ക് പോകാമല്ലോ. ലെറ്റ്സ് ഗോ. ഈ ഒരു ഇലക്ട്രിക് സ്റ്റാൻഡിങ് ഡെസ്ക് നമുക്കിവിടെ ആദ്യം ബോക്സ് ഓപ്പൺ ചെയ്യാം. ഇതിൻ്റെ അകത്ത് എന്തൊക്കെ വരുന്നുണ്ടെന്ന് നോക്കാം. അതിനുശേഷം ഇത് അസംബിൾ ചെയ്യുന്ന വീഡിയോയിൽ നമുക്ക് പെട്ടെന്ന് ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ കാണാം. ഇത് നമ്മൾ മേടിച്ചത് വാൾമാർട്ടിൽ നിന്നാണ്. ഈ ഒരു പ്രോഡക്റ്റ് നമ്മൾ മേടിച്ചിരിക്കുന്നത് വാൾമാർട്ടിൽ നിന്നാണ്. ഇത് പല പല വെബ്സൈറ്റുകളിലും അവൈലബിൾ ആണ്. ആമസോണിലുണ്ട്, അതുപോലെ വാൾമാർട്ട്, അതുപോലെ പല പല സ്ഥലങ്ങളിലും ഇത് അവൈലബിൾ ആണ്. ആ ഒരു 2019-20 കോവിഡിൻ്റെയൊക്കെ സമയത്താണ് വർക്ക് ഫ്രം ഹോമും അതുപോലെ കൂടുതൽ വിർച്വൽ ആയിട്ടുള്ള ജോലികളും ഒക്കെ വന്നു തുടങ്ങിയത്. അപ്പോൾ ആ സമയത്ത് ഇതൊക്കെ വളരെ പോപ്പുലർ ആയിരുന്നു, ഈ ഒരു സ്റ്റാൻഡിങ് അപ്പ് ഡെസ്ക്. ഇതിൻ്റെ ഒരു ഗുണമെന്ന് പറഞ്ഞാൽ ഇതിലൊരു മോട്ടറുണ്ട്, അതുകൊണ്ട് തന്നെ ഇത് മേളിലോട്ടും താഴോട്ടും പോകും. നമുക്ക് ഫുൾ ടൈം ഇരുന്ന് വർക്ക് ചെയ്യുന്നവർക്ക് കുറച്ച് നേരമൊക്കെ എഴുന്നേറ്റിരുന്ന് ജോലി ചെയ്യാൻ വളരെ സൗകര്യമായിട്ടുള്ള ഒരു ഡെസ്ക്കാണ്. ഈ ഒരു ഡെസ്കിൻ്റെ അസംബ്ലി നമുക്ക് എങ്ങനെയാണെന്ന് നോക്കാം. ഇതിൽ എന്തൊക്കെ വരുന്നുണ്ടെന്നും ഇതിൻ്റെ അസംബ്ലിയും കാര്യങ്ങളും എല്ലാം നമുക്ക് നോക്കാം. ഇത് സിമ്പിളായിട്ടുള്ള ഒരു അസംബ്ലിയാണ്. 2-3 മണിക്കൂറിനുള്ളിൽ നമുക്കിത് ചെയ്തു തീർക്കാവുന്നതേ ഉള്ളൂ. ലെറ്റ്സ് ഗോ. ഇതാണ് നമ്മുടെ ടേബിളിൻ്റെ ആ ഒരു പലക. നല്ല പാക്കിംഗ് ആണല്ലേ. ഇതാണ് അതിൻ്റെ ബാക്കിയുള്ള സെറ്റപ്പ്. കുറേ സാധനങ്ങളുണ്ടല്ലോ. അപ്പോൾ ഇതാണ് നമ്മുടെ ഇൻസ്ട്രക്ഷൻ മാനുവൽ. ഇതാദ്യം ഒന്ന് നോക്കി പഠിക്കുക, അതിനുശേഷം അതിൻ്റെ പണി തുടങ്ങുക. ഫസ്റ്റ് പേജിൽ തന്നെ ഇതിൽ എന്തൊക്കെ വരുന്നുണ്ടെന്ന് ഇവരിവിടെ എഴുതിയിട്ടുണ്ട്. ഓരോ പാർട്സിനും ഓരോ നമ്പറുണ്ട്, കണ്ടോ? ആ നമ്പറിനനുസരിച്ചാണ് നമ്മുടെ ഇൻസ്ട്രക്ഷൻ അവർ തന്നിരിക്കുന്നത്. അപ്പോൾ അടുത്ത പേജിലോട്ട് പോയി കഴിഞ്ഞാൽ അതിൻ്റെ ബാക്കി സ്ക്രൂവും കാര്യങ്ങളും. അപ്പോൾ സ്റ്റെപ്പ് 1 നിന്ന് തുടങ്ങിക്കഴിഞ്ഞാൽ കണ്ടില്ലേ, ആദ്യം നമ്പർ 5 എടുക്കണം, എന്നിട്ട് അത് കണക്ട് ചെയ്യണം. അതിൻ്റെ എല്ലാ ഇൻസ്ട്രക്ഷൻസും ഇവിടെയുണ്ട്. അപ്പോൾ ഇത് നമുക്ക് ഫോളോ ചെയ്ത് ഈ ഒരു ടേബിള് ബിൽഡ് ചെയ്യാം. കണ്ടില്ലേ, അവസാനം പണിയെല്ലാം കഴിഞ്ഞ് നിലത്തിട്ടിട്ടാണെന്ന് ഒന്ന് വെക്കുന്നത്, കണ്ടോ? കഴിഞ്ഞാൽ പരിപാടി തീർന്നു. ഓക്കെ, അപ്പോൾ ഈ ഒരു ഇലക്ട്രിക് സ്റ്റാൻഡിങ് ഡെസ്ക് നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാം. ഇത് മുഴുവൻ ഞാൻ ടൈം ലാപ്സിൽ ഇട്ടിരിക്കുകയാണ്, കാരണം ഇത് കുറേ നേരത്തെ വീഡിയോ ആണ്. ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ തൊട്ട് താഴെ കമൻറ്റ് സെക്ഷനിൽ നിങ്ങൾക്ക് ടൈപ്പ് ചെയ്യാവുന്നതാണ്. ഇതെല്ലാം നമ്മൾ ഓരോരോ സ്റ്റെപ്പുകളും നമ്മൾ ഡീറ്റെയിൽഡായിട്ട് നോക്കി കറക്റ്റായിട്ട് ചെയ്യണം. കാരണം ഒരു സ്റ്റെപ്പ് തെറ്റിപ്പോയി കഴിഞ്ഞാൽ അവസാനം നമ്മൾ പിന്നെയും തിരിച്ചു വന്ന് ഇത് ആദ്യം തൊട്ട് ഊരി മാറ്റി എല്ലാം ചെയ്യേണ്ടി വരും. ഇവിടെ നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം, അത് നമ്മുടെ ആ ഒരു ഇൻസ്ട്രക്ഷൻ മാനുവലുണ്ട്, അതുപോലെ ഇതിൻ്റെ ടൂളും കാര്യങ്ങളും എല്ലാം അവർ തന്നെ നമുക്ക് ആ ഒരു ബോക്സിൽ പ്രൊവൈഡ് ചെയ്യും. അപ്പോൾ അതെല്ലാം വെച്ച് നമുക്ക് ഈസി ആയിട്ട് ഇത് ബിൽഡ് ചെയ്തെടുക്കാം. അപ്പോൾ ആദ്യത്തെ സ്റ്റെപ്പിൽ ഇവർ പറഞ്ഞത് ഇതുപോലെ ആ ഒരു സംഭവം കണക്ട് ചെയ്യാനായിരുന്നു. ഇതിപ്പോൾ എനിക്കൊന്ന് 3ാമത്തെ ഏതാണ്ട് സ്റ്റെപ്പാണ്. ഇതെല്ലാം ചെയ്യുന്നതിന് മുമ്പ് ആദ്യം ഈ ഒരു ബോക്സിലെ എല്ലാ സാധനങ്ങളും എടുത്ത് വെളിയിൽ വെക്കുക. അതിനുശേഷം എല്ലാം ഉണ്ടെന്ന് ഉറപ്പ് വരുത്തുക. സാധാരണ അങ്ങനെ മിസ്സിങ് പാർട്സ് വരാറില്ല, പക്ഷേ ചില സാഹചര്യങ്ങളൊക്കെ വരാറുണ്ട്. ഇതൊരു നല്ലൊരു ടേബിളാണ്. ഇതിൻ്റെ ആ ഒരു വുഡ് ലുക്കും എല്ലാം കൂടെ വന്നപ്പോൾ ഭയങ്കര രസമായിരുന്നു ഇത് കാണാനായിട്ട്. അപ്പോൾ ഇതിൻ്റെ ഫൈനൽ ലുക്ക് ഭയങ്കര രസമാണ്. ഇത് ബിൽഡ് ചെയ്തെടുക്കാനായിട്ട്, ഇത് അസംബിൾ ചെയ്തെടുക്കാനായിട്ട് നമുക്ക് ഏകദേശം 2-3 മണിക്കൂർ വരെ എടുത്തു. പ്രത്യേകിച്ച് നമ്മൾ ഇച്ചിരി പയ്യാണ് ചെയ്യുന്നത്, കാരണം എല്ലാം നമ്മൾ വായിച്ച് നോക്കി ഇൻസ്ട്രക്ഷൻസ് എല്ലാം നോക്കി. ഇച്ചിരി ഹെവിയാണ് അതിൻ്റെ ആ ഒരു പലകയും കാര്യങ്ങളുമൊക്കെ. അപ്പോൾ അതെല്ലാം നോക്കി പയ്യെ വേണം നമുക്ക് ചെയ്യാനായിട്ട്. അപ്പോൾ ഇപ്പോൾ നമ്മൾ ഈ പലക ഇൻസ്റ്റാൾ ചെയ്യുകയാണ്. അപ്പോൾ ഇതാണ് ആ ഒരു ഡെസ്കിൻ്റെ മേളിൽ പോകുന്നത്. അപ്പോൾ നോക്കി കഴിഞ്ഞാൽ കാണാതെ വളരെ എല്ലാം ഇൻസ്ട്രക്ഷൻസിൽ എക്സാക്ട്ലി ഏതൊക്കെ കാര്യങ്ങൾ എപ്പോഴൊക്കെ ചെയ്യണമെന്ന് അവർ കറക്റ്റായിട്ട് പറയുന്നുണ്ട്. ഈ ഒരു ടേബിൾ നമുക്ക് 2 സ്ക്രീൻ വെക്കാം. അപ്പം ജോലി ചെയ്യാനായിട്ടും വീഡിയോ എഡിറ്റിങ്ങിനും ഒക്കെ ഇത് വളരെ സൗകര്യപ്രദമാകും നമുക്ക്. അതുകൊണ്ട് ഇതിപ്പോൾ നമ്മൾ ആ ഒരു സ്ക്രൂ ചെയ്യുന്ന പാർട്ടാണ്. അപ്പോൾ നമ്മൾ ഏകദേശം 75-80% പരിപാടി കഴിഞ്ഞു. അതിൻ്റെ അവിടെ ഒരു മോട്ടറൊക്കെ വെച്ചിട്ടുണ്ട് നമ്മൾ. ഇപ്പോൾ നമ്മൾ ആ ഒരു ഡെസ്ക് തിരിച്ചിടുകയാണ്. കണ്ടോ? ഇനിയിപ്പം
ഈ ഒരു മോട്ടർ നമ്മൾ സെറ്റ് ചെയ്തത് വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന് നമുക്ക് നോക്കണം. അപ്പോൾ അത് കുത്തിയിട്ട് ഇത് വർക്ക് ചെയ്യുന്നില്ലെങ്കിൽ ഇപ്പം നമുക്ക് പണി പാളിയെന്നറിയാം. ഇതേതായാലും ഇപ്പോൾ വർക്ക് ചെയ്യുന്നുണ്ട്, കണ്ടോ മേളിലോട്ട് പോകുന്നത്. ഇത് നല്ല ഹൈറ്റിൽ പൊങ്ങി നിൽക്കും. അപ്പോൾ ഇതാണ് അതിൻ്റെ ആ ഒരു ഫൈനൽ ലുക്ക്. ഇനിയിപ്പോൾ നമുക്കിത് വീഡിയോസ് കൂടുതൽ എഡിറ്റ് ചെയ്യാനും അതുപോലെ കൂടുതൽ പ്രൊഡക്റ്റീവ് ആവാനും നമ്മളെ സഹായിക്കും. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് പ്രതീക്ഷിക്കുന്നു. അടുത്ത വീഡിയോസിൽ നമുക്ക് വീണ്ടും കാണാം. അതുവരെ ഗുഡ് ബൈ. താങ്ക് യു.